കടന്നു വരേണ്ടിയായി തീർന്നു. എന്നാൽ ഇത്രയും പെട്ടെന്ന് ഒരമ്മച്ചി താൻ പ്രിയം വെച്ചിരിക്കുന്നതായ കർത്താവിലേക്ക് മടങ്ങിച്ചേരുന്നു എന്നുള്ളത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നപ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് സാരമേഖല ഒരു ചെറിയ ദുഃഖവുമുണ്ട്. തൻ്റെ മകനും കുടുംബമായി നൈശ്യമൊക്കെയുമായി ഞങ്ങൾ ന്യൂ ക്രിസ്ത്യൻ ട്രൂ ലൈഫ് ക്രിസ്ത്യൻ അസംബ്ലിയിൽ ആരാധിച്ച് കടന്നു വരികയായിരുന്നു. എന്നാൽ ആ ഭവനത്തിൽ നിന്നും അവിടെ വിസിറ്റിന് വേണ്ടി കടന്നു വന്ന അതിൻ്റെ മകൾ അവിടുത്തെ പ്രിയ മക്കളോടൊക്കെ ചേർന്ന് കൊച്ചുമക്കളോടൊക്കെ ചേർന്ന് ചെലവഴിച്ച് നല്ല സമയങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് തിരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് തന്നെ കടന്നു വന്ന് ഇവിടുന്ന് തന്നെ നിത്യഭവനത്തിലേക്ക് ചേർക്കപ്പെടുവാനിടയായിട്ടുള്ളത് റിയലി ഒരു ഭാഗ്യം തന്നെയാണ്. സ്തോത്രം. ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതായ ഡോക്ടർ KG ജോസ് എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പ്രിയ അമ്മച്ചി നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, എന്നാൽ താൻ പ്രിയം വെച്ചിരിക്കുന്ന സ്വർഗനാട്ടിലേക്ക് കർത്താവ് വിളിച്ച് ചേർക്കപ്പെട്ടു. ഭാഷയ്ക്ക് സൗകര്യം സാവകാശം ഉണ്ടോ ഒന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്യുവാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ തീർച്ചയായും പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾ പോയി കാണുകയും നമ്മുടെ സഭയ്ക്ക് പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ ഞാൻ തീർച്ചയായിട്ടും കടന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ദൂരത്തുനിന്നും ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഇവിടെ കടന്നു വേണ്ടിയായിരുന്നു. സ്തോത്രം. ഞാനിവിടെ നോക്കുമ്പോൾ സാധാരണ കാണുന്ന പോലെയുള്ളതായ ദുഃഖമോ അല്ലെങ്കിൽ കണ്ണുനീരോ വിലാവോ ഒന്നും ഇവിടെ കാണുന്നില്ല. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യാശയുള്ള ഒരു വീട്ടിലേക്കാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നത്. നമ്മൾക്കൊരു ദിവസം സകല ഭൂപ്രകാശികളുമായുള്ളൊരു കടന്നു പോകുന്ന വഴിയിലൂടെ ഞാനും കടന്നു പോകുന്നു പറഞ്ഞുകൊണ്ട് ഭക്തന്മാർ ഓരോരുത്തർ അവരുടെ നിത്യവീട്ടിലേക്ക് ചേർക്കപ്പെടുന്നതായ അവസരങ്ങൾ നമുക്ക് കാണുവാനിടയായി തീരുന്നുണ്ട്. നമുക്കൊരു പ്രത്യാശയുടെ ഹൃദയം സ്വർഗ്ഗത്തിൽ ദൈവം നൽകി തന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് 11-ാം അധ്യായത്തിൽ ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നിരുന്നതായ നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് കാണാനിടയായി തീരുന്നുണ്ട്. മരിച്ചിട്ട് 4 നാളായി എന്ന് പറഞ്ഞിട്ട് ആ സാഹചര്യം അവിടെ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെ അതിന്റെ വചനം നമ്മൾ ഇപ്രകാരം കാണാനിടയായി തീരുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന അതിന്റെ ഒരു വാക്യം ഞാൻ യേശു അവരോട്, അതിന് നമുക്ക് 25-ാമത്തെ വാക്യമാണ്, യേശു അവരോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിന്റെ ആശ്രയിക്കാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമ്പോഴൊരു പ്രത്യാശയാണ് തന്റെ കുട്ടികളെ മുന്നോട്ട് നടത്തുവാനിടയായി തീരുന്നത്. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സന്ദേശം നമുക്കുണ്ട്. സകല ഭൂവാസികളുമായി കടന്നു പോകുന്ന പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഒരുമിച്ച് പ്ലെയിനിൽ യാത്ര ചെയ്ത് സന്തോഷം പങ്കിട്ട് കടന്നു വന്ന ഒരമ്മച്ചി ഇപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുന്നു. എന്നാൽ മറ്റമ്മച്ചി താൻ പ്രിയം വെച്ച തന്റെ ഭവനത്തിലേക്ക് ചേർന്നു. നല്ല പ്രത്യാശയുള്ളതായ ഒരു ഹൃദയം പ്രിയ അമ്മച്ചിക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ടും തന്റെ മക്കളെ ഒരുമിച്ച് ചേർന്ന് എല്ലാവരെയും ചേർന്ന് അമേരിക്കൻ അവിടേക്ക് കടന്നു ചെന്ന് അവരോട് ഒരുമിച്ച് ചേർന്ന് സമയങ്ങൾ മാസങ്ങൾ ചെലവഴിക്കുവാൻ സന്തോഷത്തോടെ വീണ്ടും മടങ്ങി വരികയും നിത്യത്തിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഒരു ഭാഗ്യം തന്നെയാണ്. ഇന്ന് ഞങ്ങൾക്ക് ക്രിസ്തുവിനെ ആ ചർച്ചയെ പ്രതികരിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന മക്കൾ എല്ലാവർക്കും ആയിട്ടുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അവിടെയുള്ളതായ എല്ലാവരും ഇപ്പോൾ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടുകൂടിയിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ആ പ്രത്യാശയുടെ ഹൃദയം ഒക്കെ നൽകി തന്നിരിക്കുന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പിന്നെ ഞാൻ
ഇന്നലെ സംസാരിക്കേണ്ടതായി തീർന്നു. അഡ്രസ്സും ലൊക്കേഷനും ഒക്കെ എനിക്ക് ഇതിനകത്ത് ഇട്ടുതരുവാനിടയായി തീർന്നു. എന്തെങ്കിലും ട്രാവൽ യാത്ര ഉണ്ടാകുന്നെങ്കിൽ അതെല്ലാം ആ കമ്മ്യൂണിറ്റിയുള്ളതായ എല്ലാ സജ്ജീകരണങ്ങളും താൻ അവിടെ ചെയ്തു. തനിക്ക് കടന്നു വരാൻ കഴിയില്ല. എന്നാൽ റിയലൈസിലൊക്കെ കടന്നു വരുവാനും നമുക്ക് നൽകുന്നതായ ഈ നല്ല ആ ഒരു പ്രത്യാശയുടെ ഹൃദയമുണ്ട്. സ്വന്തം നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമുണ്ട്. അത് തിരശ്ശീലയ്ക്ക് അപ്പുറത്താണ്. തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു പോയിരിക്കുന്ന നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ഇന്ന് അവിടെയുണ്ട്. അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക സമയത്ത് സ്വർഗ്ഗത്തിൽ ദൈവത്തിന് വലിയ ആ ഹൃദയത്തിന് വളരെ സന്തോഷമായിരിക്കും. എന്നാൽ ഈ പ്രത്യേക സമയത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ മകളോട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ പ്രത്യാശയുള്ള വീടിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുവാൻ, ഒന്നുകൂടി ഒന്ന് ചെല്ലുവാൻ, ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ആ വലിയ സന്തോഷം, ആ വാർത്ത നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിച്ച് മുന്നോട്ട് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുവാൻ. ഇന്നിവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയൊന്നും പ്രിയ മാതാവ് കാണുന്നില്ല. ഇതെല്ലാം നമുക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ മാത്രമാണ്. Praise the Lord. Hallelujah. അതുകൊണ്ട് നമ്മൾ ആ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് ജീവിപ്പാൻ നമ്മുടെ കർത്താവ് സാധകരമായ ജീവിതം നയിച്ചുകൊണ്ട് ഈ തലമുറയിൽ അവര് സാക്ഷിയായി നിന്നുകൊണ്ട് പ്രത്യാശയുടെ പൂർവ്വത്തേക്ക് നമുക്ക് കടന്നു പോകാമെന്ന് ആശംസിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഇരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കും.